ചക്കുവരക്കൽ അഞ്ചാനംകുഴി മദർ തെരേസ കാഷ്യൂ ഫാക്ടറിയിലെ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ AITUC പത്തനാപുരം താലൂക്ക് കമ്മിറ്റി ഫാക്ടറി പടിക്കൽ ധർണ നടത്തി. 2012 ബോണസ് വിഹിതം നൽകിയതിലെ അപാകതകൾ, ഒഴിവ് ശമ്പളത്തിൽ മാനേജ്മെന്റ് നടത്തിയ തിരിമറി എന്നിവയ്ക്കെതിരെയും ഒഴിവ് ശമ്പള കുടിശ്ശിക തീർത്തു നൽകണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു ധർണ. ആവശ്യങ്ങൾ സംബന്ധിച്ച് മാനേജ്മെന്റുമായി തൊഴിലാളികൾ നേരത്തെ ചർച്ച നടത്തി ധാരണയിലായിരുന്നു. മെയ് 15-നകം പരിഹാരം കാണാമെന്നായിരുന്നു ധാരണ. എന്നാൽ ഈ ധാരണ മാനേജ്മെന്റ് ലംഘിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ധർണ യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും യൂണിയനുകളെ, ഇവിടെ യൂണിയന്റെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും യൂണിയനുകളെ കുറ്റം പറയുക എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ കുറ്റം പറയുക എന്ന ഒരു നിലയിലേക്ക് ഒരിക്കലും AITUCയുടെ പ്രവർത്തകർ പോയിട്ടില്ല. ദൗർഭാഗ്യവശാൽ നമുക്ക് ഇത് പറയേണ്ടി വരുന്നു. അത് നമ്മുടെ കൂടി നിർഭാഗ്യം എന്ന് കരുതിയാൽ മതി. അങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം അത്രത്തോളം ദ്രോഹകരമായ നിലപാടാണ് ഈ യൂണിയനുകൾ ഈ ഫാക്ടറിയിലെങ്കിലും സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. CITUവും INTUCയും മാനേജ്മെന്റുമായി ഒത്തുകളിക്കുകയാണെന്നും ഇതിനെതിരെ മെയ് 20 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും എസ് വേണുഗോപാൽ പറഞ്ഞു. കശുവണ്ടി തൊഴിലാളി കൌൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് പൂക്കോയ തങ്ങൾ അധ്യക്ഷനായി. CPI കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറി AS ഷാജി, ചക്കുവരക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി Y സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.